സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി. മാത്രമല്ല, ഫ്ലെക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഞാൻ ചോദിക്കട്ടെ, സീറ്റ് കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചവരെ ഞാൻ കണ്ടല്ലോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അടുത്ത് പോയി ആ ശവകുടീരത്തിൽ കണ്ണീരൊഴുക്കുന്ന ഞാൻ കണ്ടു. ജയിച്ചു കഴിഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വീണ്ടും അവിടെ പോയവരുണ്ട്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ചന്നം ചിഹ്നമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം മിണ്ടിയോ? കഴിഞ്ഞ 10 വർഷത്തെ ശ്രീ പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിൽ നടത്തിയ ജനവിരുദ്ധത, സ്വജനപക്ഷപാതം, അഴിമതി, ധൂർത്ത്, ധാർഷ്ട്യം, ഇതിൻ്റെ പരിണിത ഫലമാണ് UDF-ന് കേരള ജനത സമ്മാനിച്ച 102 MLA-മാരുടെ തിളക്കമാറുന്ന വിജയം. ഈ വിജയത്തിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി UDF-ൻ്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ടീം UDF എന്നുള്ള ഒറ്റ ചിന്തയോടുകൂടിയാണ് പ്രവർത്തിച്ചത്. ടീം UDF എന്ന് പറയുമ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നായി ഒരേ ചിന്തയ്ക്ക് വേണ്ടി, ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു. ആ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് UDF-നുണ്ടായ ഉജ്ജ്വലമായ വിജയം. ആ വിജയത്തിന് ശേഷം 63 MLA-മാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും, പാർലമെൻ്റ് ആണെങ്കിൽ MP-മാരുടെ യോഗം വിളിച്ചു കൂട്ടും, അതല്ല അസംബ്ലി ആണെങ്കിൽ MLA-മാരുടെ യോഗം വിളിച്ചു കൂട്ടും. ഹൈക്കമാൻഡ് ചില പ്രതിനിധികളെ ഇവിടെ അയച്ചു. അത് പഴയ കേരളത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ AICC-യുടെ ട്രഷററായ വ്യക്തിയുമാണ് ഇവിടെ വന്നത്. അവർ MLA-മാരുടെ യോഗം വിളിച്ചു കൂട്ടി. ആ യോഗം യുനാനിമസായ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ അവതരിപ്പിച്ചത് KPC പ്രസിഡൻ്റാണ്, പിന്താങ്ങിയത് പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസ് പ്രസിഡൻറ്റിന് കേരളത്തിലെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് തീരുമാനമെടുത്തത്. അതിനുശേഷം ഒറ്റയ്ക്കൊറ്റയ്ക്ക് 63 MLA-മാരെയും കണ്ടു. ആ 63 MLA-മാരുടെയും ഒറ്റയ്ക്കുള്ള അഭിപ്രായം അവരാരാഞ്ഞു. പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് ഇപ്പോൾ കോൺഗ്രസ്സിന് 100 MLA-മാരുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരാൾ പറയുന്നു 45 MLA-മാരുടെ പിന്തുണയുണ്ട്, വേറൊരാൾ പറയുന്നു 23 MLA-മാരുടെ പിന്തുണയുണ്ട്, മറ്റൊരാൾ പറയുന്നു 23 MLA-മാരുടെ പിന്തുണയുണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ട് 100-നടുത്ത് MLA-മാർ കോൺഗ്രസ്സിനുണ്ടെന്ന് കേൾക്കുന്നവർക്ക് തോന്നിപ്പോകും. ഈ MLA-മാർ ആർക്കനുകൂലമായിട്ടാണ്, അവരെന്ത് അഭിപ്രായമാണ് പറഞ്ഞതെന്നുള്ളത് ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്ന എല്ലാവർക്കും അറിയാം ഓരോരുത്തർക്കും എത്ര MLA-മാർ അനുകൂലമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇനി പാർട്ടി ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുന്നത്. കേരളത്തിലെ ടീം UDF-നെ നയിച്ച ശ്രീ VD സതീശനൊരു ക്ലെയിം ഉണ്ട്. പ്രതിപക്ഷ നേതാവായി 5 വർഷക്കാലം പ്രവർത്തിച്ച് പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി ഭൂരിപക്ഷമുണ്ടായിട്ടും പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ക്ലെയിമുണ്ട്. ഇവിടെ പാർലമെൻറ്റിൽ കാസർഗോഡ് മത്സരിച്ച് പരാജയപ്പെട്ട് ആലപ്പുഴയിൽ MLA ആയി, മന്ത്രിയായി, MP ആയി, കേന്ദ്രമന്ത്രിയായി, ഇന്ന് KSUവിൻ്റെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും ഒക്കെ ആയി, ഇന്ന് സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാലിനും ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിമിന് വേണ്ടി അവർക്ക് അവസാന ശ്വാസം വരെ പൊരുതാം, യാതൊരു തർക്കവുമില്ല. ശ്രീ VD സതീശന് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ നിരത്താം, അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും നിരത്താം, ശ്രീ KC വേണുഗോപാലിനും നിരത്താം.
ഇതിപ്പോൾ ടീം UDF എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ടീം UDF എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ RSP ഉണ്ട്, CMB ഉണ്ട്, മറ്റ് ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. ഒറ്റ MLA-മാരുള്ള അനൂപ് ജേക്കബ് അടക്കമുണ്ട്. അപ്പോൾ ടീം UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരതിൽ പെടും. ശ്രീ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ശ്രീ KC വേണുഗോപാലുണ്ട്, KPC പ്രസിഡന്റുണ്ട്, കോൺഗ്രസിന് 14 DCC പ്രസിഡന്റുമാരുണ്ട്, KPC ഭാരകളുണ്ട്. ഇവരെല്ലാം കോൺഗ്രസിൻ്റെ ടീമിൽ പെടുന്ന ആളുകളാണ്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ടീമിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, PMA സലാമുണ്ട്, ET മുഹമ്മദ് ബഷീറുണ്ട്. അതുപോലെ അവരുടെ ഒരു ടീമുണ്ട്, അവരുടെ നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്, പ്രവർത്തകരുണ്ട്. അതാണ് അവരുടെ ടീമെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം ടീം ചേരുമ്പോഴാണ് ടീം UDF എന്ന് പറയുന്നത്. ആ UDFിൻ്റെ ഉജ്ജ്വലമായ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായിരിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെക്കുറിച്ചെല്ലാം ഒരക്ഷരം പോലും പറയാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഹൈക്കമാൻഡ് നമുക്കറിയാം, എറണാകുളം മേയറാകാൻ വേണ്ടി ദീപ്തി മേരി വർഗീസ് ശ്രമിച്ചപ്പോൾ അവിടെ കൗൺസിലർമാരുടെ ഒരു ഭൂരിപക്ഷം കൗണ്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കൊരു സേ ഉണ്ട്. പക്ഷേ MLA-മാരുടെ മാത്രം പോരല്ലോ. ഇവിടെ ഒരു നേതാവ് ചോദിച്ചു, കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് ഇടപെടാൻ എന്താ അവകാശമൊന്നും? അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കുമെന്നൊരു ചൊല്ലുണ്ട്. അത് ചോദിക്കാൻ അയാൾക്ക് എന്താ അവകാശം? നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നാണ് ജയിച്ചത്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ MP-യാണ്. ഞാൻ കാസർഗോട്ടെ MP-യാണ്. സുധാകരൻ കണ്ണൂർ MP-യാണ്. ഷാഫി പറമ്പിൽ വടകര MP-യാണ്. ശ്രീ അനിൽകുമാർ വണ്ടൂർ MLA-ആണ്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ലെന്നുള്ളത്? കാരണം ലീഗ് UDFിൻ്റെ ടീമിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്, അവർക്കത് പറയാം, രഹസ്യമായും പറയാം, പരസ്യമായും പറയാം. അതൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. മാത്രമല്ല, UDF അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ഒരുപാട് സാമൂഹ്യ സംഘടനകളുണ്ട്, അതുപോലെ ഒരുപാട് പിതാക്കന്മാരുണ്ട്, ക്രൈസ്തവ സഭകളുണ്ട്, അതുതന്നെ ലീഗ് കൂടാതെ മുസ്ലിമിന് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. എല്ലാ ന്യൂനപക്ഷങ്ങളും ഒറ്റക്കെട്ടായി UDFിനെ സഹായിച്ചുകൊണ്ടാണ്, അത് ക്രൈസ്തവ വിഭാഗമായാലും കൊള്ളാം, മുസ്ലിം വിഭാഗമായാലും കൊള്ളാം, അവരെല്ലാം സഹായിച്ചുകൊണ്ടാണ് UDFിന് ഈ ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ രഹസ്യമായും പരസ്യമായും പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ലേ? ഈ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയത് UDFിനുള്ള പ്രേമം കൊണ്ടല്ല, നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട്. നിങ്ങളും UDFിനെ ഒരുപാട് സഹായിച്ചില്ലേ? നിങ്ങളിൽ പലർക്കും രാഷ്ട്രീയമല്ലേ? ചാനലുകൾക്കും ചാനലിലെ പ്രവർത്തകന്മാർക്കും അഭിപ്രായമുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ? അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കാ കഴിയുക? അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അസഹിഷ്ണുത കാണിക്കുന്ന ആളുകളുടെ പാരമ്പര്യമൊക്കെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയുന്നതിനെ കൊച്ചാക്കുന്നൊരു പ്രവണതയൊന്നും ശരിയല്ല, അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ 3 നേതാക്കന്മാരും ഡൽഹിക്ക് പോയിട്ടുണ്ട്. ഡൽഹി പോയി അവർ കോൺഗ്രസ് പ്രസിഡന്റിനെ കാണുന്നുണ്ട്, രാഹുൽ ഗാന്ധിയെ കാണുന്നുണ്ട്, സോണിയാഗാന്ധിയെ കാണുന്നുണ്ട്. അവർക്കതിനുള്ള അവകാശമുണ്ട്. ഓരോരുത്തരും അവരവർക്ക് വേണ്ടി വാദിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, ബാധ്യതയുള്ളവരാണ്. കാര്യങ്ങൾ സോണിയാഗാന്ധിയെ ബോധ്യപ്പെടുത്തി, മല്ലികാർജുന ഖാർഗെയെ ബോധ്യപ്പെടുത്തി, രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തി. അവരവരുടെ കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു അപാകതയുമില്ല.
അതിനവർക്കുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു പാർട്ടിയാണ്, ഇതൊരു സംഘടനയാണ്. സംഘടനയ്ക്ക് ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ടല്ലോ. വി ഡി സതീശൻ കേരളത്തിൽ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. അതുപോലെ തന്നെ ഇന്ന് ദേശീയ തലത്തിൽ സംഘടനാ ചുമതല വഹിക്കുന്ന KC വേണുഗോപാലും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായ നേതാവാണ്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം അല്ല ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത് ഒരിക്കലും ഒരു കോൺഗ്രസ് പ്രവർത്തകനും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. വി ഡി സതീശൻ്റെ പ്ലക്കാർഡുകൾ ഉയർത്തി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പ്ലക്കാർഡ് ഉയർത്തി, വേണുഗോപാലിൻ്റെ പ്ലക്കാർഡ് ഉയർത്തി സിന്ദാബാദ് വിളിക്കാനും അവർക്ക് വേണ്ടി പ്രകടനം നടത്താനും ഒന്നും തയ്യാറാകുന്നതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ പ്രകടനം നടത്തുന്ന ആളുകൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ സംഘടനാ മര്യാദകൾ പാലിക്കണം. നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിയ ആളുകൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി. മാത്രമല്ല, ഫ്ലെക്സിനകത്ത് കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു നേതാവിൻ്റെ ചിത്രം കൂടി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ. ഞാൻ ചോദിക്കട്ടെ, സീറ്റ് കിട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ പോയി പ്രാർത്ഥിച്ചവരെ ഞാൻ കണ്ടല്ലോ. സീറ്റ് കിട്ടിക്കഴിഞ്ഞ് ജയിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി അടുത്ത് പോയി ആ ശവകുടീരത്തിൽ കണ്ണീരൊഴുക്കുന്ന ഞാൻ കണ്ടു. ജയിച്ചു കഴിഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വീണ്ടും അവിടെ പോയവരുണ്ട്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി ചന്നം ചിഹ്നമാക്കിയിട്ട് ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഇന്ന് MLA-മാരായിട്ടുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരക്ഷരം വേണ്ടിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. സോളാറിൻ്റെ കാലത്ത് പോലും രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഉമ്മൻചാണ്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തത്. അന്ന് സിദ്ദിഖ് എൻ്റെ ഓടൊപ്പം ഉണ്ടായിരുന്നു. അത് മറിയാമ്മയോട് ചോദിച്ചാൽ പറയും, ചാണ്ടിയുമ്മനോട് ചോദിച്ചാൽ പറയും. അന്നും എല്ലാവരും കള്ളക്കളിയാണ് കളിച്ചത്. കാരണം ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനിറങ്ങിയാൽ തങ്ങളുടെ ഇമേജ് തകർന്നു വീഴുമോ എന്നുള്ള പേടി കൊണ്ട് അവർ കെട്ടിപ്പടുത്ത ഇമേജ് തകരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒളിച്ചു കളിച്ചു. അന്ന് ആ വിഴുപ്പ് ഭാണ്ഡം ചുവക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മൻചാണ്ടിയുടെ ആളല്ല, പക്ഷെ അന്ന് ഞാൻ ന്യായത്തോടൊപ്പം നിന്നു. അതുപോലെ തന്നെ അത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എപ്പോഴും പറയും, അന്ന് ഞങ്ങളുടെ ഒരു ക്രൈസിസ് വന്ന കാലത്ത് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഞങ്ങളോടൊപ്പം നിന്നത്. ചാണ്ടിയുമ്മനും പറയും, ആ കുടുംബത്തിലെ എല്ലാവരും പറയും. അതാരെയും ബോധ്യപ്പെടുത്താനല്ല ഞാൻ ചെയ്തത്. കാരണം ഉമ്മൻചാണ്ടി തെറ്റു ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കാനും അദ്ദേഹത്തെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണ് ശ്രമിച്ചത്. ഇന്നലെ KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അയാളുടെ ഒരു ഔദാര്യവും പറ്റിയിട്ടില്ല, ഒരു ഔദാര്യം ഒട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. എനിക്കൊരു ചുക്കും അയാൾ ചെയ്തു തന്നിട്ടില്ല. പക്ഷേ അയാൾ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി അല്ലേ? അയാളെ നമുക്ക് എഴുതി തള്ളാൻ പറ്റുമോ? വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അനുകൂലമായി ജാഥ നടത്താൻ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പിണറായി വിജയൻ്റെ ഫ്ലെക്സ് അല്ല നിങ്ങൾ വലിച്ചു കീറിയത്. നിങ്ങൾ വലിച്ചു കീറിയ ഗോവിന്ദൻ മാസ്റ്റർ ഫ്ലെക്സ് അല്ല. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതല വഹിക്കുന്ന കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡിലുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ്സായി കാണാൻ പറ്റില്ല. KC വേണുഗോപാലിൻ്റെ ഔദാര്യം പറ്റിയ എത്രയോ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരുത്തരം ഒരു അക്ഷരം മിണ്ടിയോ ഇതുവരെ? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ ഇന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒരുത്തൻ കമാന്ന് മിണ്ടിയോ? എല്ലാവരും ഡൽഹിയിൽ പോയിരിക്കുന്നത് മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കാനാണ്, നല്ല നല്ല വകുപ്പുകൾ തട്ടിയെടുക്കാനാണ്. KPCC പ്രസിഡന്റ് മന്ത്രിയാകുമെന്ന് കണ്ടപ്പോൾ തന്നെ ആ കസേര ഒഴിഞ്ഞില്ല. അതിനു മുമ്പ് ആ കസേര പിടിക്കാൻ ആൾ പോയിരിക്കുകയാണ്. പേരിൻ്റെ പേരും പറഞ്ഞ്, ജാതിപ്പേരും പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇവരാരെങ്കിലും ഒരാൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറി, ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഭയമാണ്, സോഷ്യൽ മീഡിയ ഭയമാണ്. നാളെ എന്തെങ്കിലും പ്രതികരിച്ചാൽ പൊങ്കാല ഇടുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ ആ പൊങ്കാലയെ ഭയപ്പെടാത്ത ഒരാളാണ് ഞാൻ.
എല്ലാ കാര്യവും ഞാൻ സത്യം പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഈ വിവാദമൊക്കെ കെട്ടടങ്ങും. നമുക്കറിയാം, എത്രയോ തവണ നമ്മൾ ഈ വിവാദം കണ്ടിട്ടുള്ളതാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ ഒരു അപശബ്ദം പോലും ഉണ്ടാവില്ല. 3-4 ദിവസം ആളുകളൊക്കെ തെരുവിലൊക്കെ ഇത് കാണിക്കുന്നതല്ലാതെ കോൺഗ്രസിനോട് കൂറും വിധേയത്വവും പ്രതിബദ്ധതയുമുള്ള ഒരാൾ പോലും ഹൈക്കമാൻഡ് തീരുമാനത്തിൽ പ്രതികരിക്കുമെന്ന് നിങ്ങൾ ആരും സ്വപ്നത്തിൽ വിചാരിക്കേണ്ട. മാത്രമല്ല, പിണറായി വിജയൻ വ്യക്തിപൂജ നടത്തി കേരള സമൂഹം ഒരു ദുരന്തം നേരിട്ട് കണ്ടതാണ്. കാരണഭൂതൻ, ക്യാപ്റ്റൻ, അതുപോലെ ആയിരക്കണക്കിന് ആളുകളെ തിരുവാതിര കളിച്ചു. അപ്പോൾ വ്യക്തികളല്ല പ്രധാനം, പാർട്ടിയാണ്, സംഘടനയാണ്. ആ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ തെരുവിലെ പ്രകടനം അവസാനിപ്പിക്കണം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഏത് എക്സ്റ്റെൻറ്റ് വരെയും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. അയാൾ ടീം UDF നയിച്ച ഒരാളാണ്. അയാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അർഹതയുണ്ട്. അതുപോലെ അർഹത ഒരു കാലത്ത് കഴിഞ്ഞ തവണ പിണറായി വിജയൻ്റെ അഴിമതികൾ മുഴുവൻ തുറന്നു കാട്ടി അവസാനം തെരഞ്ഞെടുപ്പിൽ തോറ്റ് MLA ഭൂരിപക്ഷം ഉണ്ടായിട്ട് തന്നെ ഒഴിവാക്കി എന്ന് പറയുന്ന രമേശിനും അദ്ദേഹത്തിൻ്റെ വാദവങ്ങൾ ഹൈക്കമാൻഡ് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇതില്ലേ? ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ രാജസ്ഥാനിലെ MP ആയിരുന്നു. അയാളെ ആരെ വിളിച്ച് ആലപ്പുഴയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച്? അയാൾ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ KC വേണുഗോപാലിനെ ആലപ്പുഴയെ വിളിച്ചുകൊണ്ട് വന്ന് മത്സരിപ്പിച്ചത് അയാളല്ലാതെ വേറെ ആരും ജയിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടാണ്. അയാളല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു പോയേനെ. മാത്രമല്ല, പാർലമെൻറ്റ് ഇലക്ഷനിൽ MLA മത്സരിപ്പിക്കരുതെന്ന് ഞാനാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അന്ന് KC വേണുഗോപാൽ ആലപ്പുഴ MLA ആണ്. അന്ന് KV തോമസ് എറണാകുളം MLA ആണ്. K സുധാകരൻ കണ്ണൂർ MLA ആണ്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി. ആലപ്പുഴയിൽ അദ്ദേഹം എൻ്റെ പേരാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല എനിക്ക് പാലക്കാടാണ് തന്നെ, ഞാൻ പാലക്കാട് പോകില്ലെന്ന് പറഞ്ഞു. അവസാനം ഉമ്മൻചാണ്ടി പറഞ്ഞു അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആലപ്പുഴ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അന്ന് KPC പ്രസിഡന്റ് എടുത്ത നിലപാടൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതൊരു പാർട്ടിയാണ്, ഇതൊരു മുന്നണിയാണ്. മുന്നണിക്കകത്തുള്ള ഞാൻ ചോദിക്കട്ടെ, MLA കണ്ടതിന് ശേഷം എന്തിനാണ് ലീഗിനെ അവർ വിളിച്ചത്? എന്തിനാണ് ഈ ടീമിൽ നിൽക്കുന്ന എല്ലാവരെയും വിളിച്ചത്? അവർക്ക് അഭിപ്രായം സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അവരെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ മുന്നണി സംവിധാനത്തിൽ സതീശനോടൊപ്പം ഒരു ടീമായി പ്രവർത്തിച്ച എല്ലാവരെയും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷമാണ് ഹൈക്കമാൻഡ് പ്രതികൾ തിരിച്ചു പോയത്. അവിടെ ചെന്നവർക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ വിവരം അറിയവർ. അതുകൊണ്ട് MLA എത്ര പേര് ആർക്ക് വേണ്ടി പറഞ്ഞു? ടീം UDF ലീഗ്, കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ RSP, അതുപോലെ ഒറ്റ പാർട്ടിയുടെ നേതാക്കന്മാർ ആർക്ക് വേണ്ടി പറഞ്ഞു? ഇതൊക്കെ കൃത്യമായി അവരോട് പറയും. പിന്നെ സീനിയർ നേതാക്കന്മാരുമായിട്ട് അവർ ബന്ധപ്പെടത്തില്ലേ? ഇവിടെ തന്നെ AK ആൻ്റണിയുണ്ട്, VM സുധീരനുണ്ട്, മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട്. മാത്രമല്ല സാമൂഹ്യ സംഘടനകളുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ബന്ധമില്ലേ? വയനാട്ടിലെ MP ആയിരുന്നു അദ്ദേഹം. ഇന്ന് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ MP ആണ്. സോഷ്യൽ ഓർഗനൈസേഷനുമായിട്ട് അവർക്ക് രണ്ടുപേർക്കും ബന്ധമില്ലേ? ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടാണോ അവർ തീരുമാനമെടുക്കാൻ പോകുന്നത്? അവർ കേരളത്തിലെ മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടേ ഒരു തീരുമാനമെടുക്കൂ. ആ തീരുമാനം നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലാതെ ഇനി തെരുവിലിറങ്ങി ഏതെങ്കിലും ഒരു നേതാവിനെ, അത് VD സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, KC വേണുഗോപാലാകട്ടെ, ഇക്കണക്കിന് KC വേണുഗോപാലിൻ്റെ ആ ഫ്ലെക്സിനകത്ത് ഉമ്മൻചാണ്ടിയുടെ പടത്തിന് പകരം രാഹുൽ ഗാന്ധിയുടെ പടമായിരുന്നെങ്കിൽ അത് മരിച്ചു കീറത്തില്ലേ? അപ്പോൾ ചോദിക്കാനും പറയാനും ഈ പാർട്ടിയിൽ ആരും ഇല്ലെന്നാണോ അവർ ധരിച്ചു വച്ചേക്കുന്നത്? അതുകൊണ്ട് ആ കളി വേണ്ട. ഇതൊരു വിഭാഗീയതയുടെ കളിയാണ്. ഇത് തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയലാണ്. കേരളത്തിലെ മുഴുവൻ ആളുകളും UDF ജയിപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ് ഈ വിജയം. ഈ വിജയത്തിൽ മാധ്യമപ്രവർത്തകർക്കും റോളുണ്ട്. അവരും അവരുടെ അഭിപ്രായം പറയും. അതിനകത്ത് അവർ
അവർക്കിഷ്ടമുള്ള അഭിപ്രായം പറയുമ്പം ആർക്കും ചൊറിയേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവരെ ചൊറിയേണ്ട കാര്യമില്ല. അവരാണ് സത്യത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധത, ധാർഷ്ട്യം, ധിക്കാരം, കെടുകാര്യസ്ഥത, അഴിമതി ഇതൊക്കെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് ഒരു ചർച്ചയാക്കിയതിൽ അവർക്കുള്ള പങ്കൊക്കെ അനിഷേധ്യമാണ്. അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സകല കോൺഗ്രസ്സുകാരോടും പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം, ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാം. പക്ഷെ തെരുവിലെ കളി, ആ കളി അപകടമാണ്. അത് അവസാനിപ്പിക്കണം. ആർക്കു വേണ്ടിയും തെരുവിൽ ഇത്തരം പ്രകടനങ്ങൾ പാടില്ല. ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടാകുമെന്നും അത് അട്ടിമറിക്കപ്പെടുമെന്നും ഒരു ആശങ്കയുള്ളത് കൊണ്ട് കൂടിയായിരിക്കില്ല ഈ ജനങ്ങൾ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. അല്ല, ജനങ്ങളുടെ റോൾ എന്താണ്? ജനങ്ങളുടെ റോള് MLA-മാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. MLA-മാരെ എന്തിനാണ് അവർ തിരഞ്ഞെടുക്കാൻ പോയത്? അപ്പോൾ MLA-മാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം മമതാ ബാനർജി പറയുന്നു, എന്നെ അല്ല തോൽപ്പിച്ചത്, BJP-യാണ് തോൽപ്പിച്ചത്, പക്ഷേ ഞാൻ രാജിവെക്കില്ല. മമതാ ബാനർജി രാജിവെക്കാൻ പോയി. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഭരണഘടനാപരമായ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്തു. എന്നിട്ട് പുതിയ നേതാവിനെ വിളിച്ചു. അവർ പിന്നെ അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ഭരണഘടനയുണ്ട് രാജ്യത്തിന്, സംഘടനയ്ക്കും ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുന്ന കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യണം. ഞാൻ ചോദ്യം ചെയ്യും. എനിക്കാരോടും കൂറും വിധേയത്വമൊന്നുമില്ല. ഞാനതിനെ ചോദ്യം ചെയ്യും. കാരണം MLA-മാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർക്കൊരു സേ ഉണ്ടല്ലോ. ആ സേ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ആ സേ ഉള്ളത് കൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയറാകാൻ പോയത്. ആയില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവിടുത്തെ കൗൺസിലർമാരുടെ ഭൂരിപക്ഷം അവർക്കെതിരായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാർക്ക്, പഞ്ചായത്ത് മെമ്പർമാർക്ക് എല്ലാം ഒരു സേ ഉണ്ട്. പഞ്ചായത്ത് ബസ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ, മുനിസിപ്പൽ ചെയർമാനെ തിരഞ്ഞെടുക്കുമ്പോൾ, കോർപ്പറേഷൻ മേയറെ തിരഞ്ഞെടുക്കുമ്പോൾ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം സേ ഉണ്ട്. ആ സേയെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് MLA-മാരായിട്ട് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവരൊക്കെ ജയിച്ചു വന്നാൽ എൻ്റെ കൂടെ ഒഴിച്ചു, അതെ അന്ന് ചിന്തിക്കാതെ ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല. അവരൊക്കെ ജയിച്ചു കഴിഞ്ഞു, അവർ MLA-മാരായി, യാഥാർത്ഥ്യമായി. ഇനി അവർക്കൊരു സേ ഉണ്ട്. ആ സേയെ അട്ടിമറിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ തെരുവിലിറങ്ങുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ 14 DCC ഉണ്ട്, 250 ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട്. നാളെ അവരും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയാൽ തെരുവിൽ കിടന്ന് യുദ്ധം നടക്കില്ല. തെരുവ് യുദ്ധം നടക്കില്ലേ? ഇപ്പം 2 കൈ കൊട്ടിയാലേ ശബ്ദം കേൾക്കൂ. ഒരു കൈ മാത്രമേ കൊട്ടിയിട്ടുള്ളൂ. 2 കൈ കൊട്ടാൻ അനുവദിക്കാൻ പാടില്ല. തെരുവ് യുദ്ധത്തിലേക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ കൊണ്ടുപോകാൻ തെരുവിലും പോകാം. പക്ഷേ
രമേശ് ചെന്നിത്തല നമ്മുടെ നേതാവാണ്, വി ഡി സതീശൻ എൻ്റെ നേതാവാണ്, കെ സി വേണുഗോപാലും എൻ്റെ നേതാവാണ്. ഈ ആരാണോ ജാഥ നയിക്കുന്നത് അവർ പിണറായി വിജയൻ്റെ കോലം കത്തിച്ചാൽ ഞാൻ അതിനെ എതിർക്കില്ല, ഗോവിന്ദൻ്റെ കോലം കത്തിച്ചാൽ ഞാൻ എതിർക്കില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല, കെ സി വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല, വി ഡി സതീശൻ്റെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല, രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സ് വലിച്ചു കയറിയാൽ ഞാൻ സഹിക്കില്ല. കാര്യം അവരൊക്കെ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു കക്ഷി പിടിക്കാൻ ഞാനില്ല, എനിക്ക് എൻ്റെതായ അഭിപ്രായമുണ്ട്. MLA-മാർ അവരുടെ അഭിപ്രായം തലയെണ്ണി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മത്സരിക്കേണ്ടി വരുമല്ലോ, ജനങ്ങൾ അപ്പം തീരുമാനിക്കൂലേ? അതാ ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് എന്താ ആവശ്യം? അത് ജനങ്ങൾ അല്ല. അത് ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങൾ ഒരാളല്ലേ, ജനം തീരുമാനിക്കുന്ന കാര്യം തീരുമാനിച്ചു. 6 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വരുമ്പോൾ തോറ്റുപോയാൽ ഈ 102 എന്ന് പറയുന്ന മഹാവിജയത്തിന്റെ ശോഭ കെട്ടില്ലേ? ജനങ്ങളോട് കോൺഗ്രസ് കാണിക്കുന്ന വലിയ അപരാധമല്ലേ? നിങ്ങൾ ഹൈപ്പോത്തറ്റിക്കലായ ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ട. ഞങ്ങൾ ഇവിടെ ആരെയാണോ മുഖ്യമന്ത്രിയാക്കുന്നത് ആ മുഖ്യമന്ത്രി 5 കൊല്ലം കേരളം ഭരിക്കും, അതിന് യാതൊരു തർക്കവും ഇല്ല. ജയിക്കും. നിങ്ങൾ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങളെന്താ ചോദിക്കുന്നത്? നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി ഞാൻ എത്താനാ, അത് ഈ ജന്മം നടക്കാൻ പോകുന്നില്ല. ഞാനെന്താ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണോ അയാൾ 5 വർഷവും കേരളം ഭരിച്ചിരിക്കും, ഒരു വിവാദവും ഉണ്ടാവില്ല. ഹൂ എവർ മേ ബി സെലക്ടഡ് ബൈ ദി ഹൈക്കമാൻഡ്, ഹി വിൽ റൂൾ. നേരത്തെ പറഞ്ഞത് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കും. 5 ദിവസമായിട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കാൻ കഴിയും. അല്ല, വി ഡി സതീശന് നേരത്തെ പറഞ്ഞല്ലോ ഇത്ര മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കും. ഇതിനൊക്കെ ചില പ്രോസസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞത് എത്രയും വേഗം അസംബ്ലിയിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നാണ്. മറ്റെല്ലാ പാർട്ടികളും അവരുടെ അന്തിമമായ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ യാഥാർത്ഥ്യമായില്ലേ, പട്ടിക പ്രസിദ്ധീകരിച്ചില്ലേ കോൺഗ്രസ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി. ഞാൻ ചോദിച്ചത് ഇതിനോടൊപ്പം ഇലക്ഷൻ നടന്ന തമിഴ്നാട്ടിൽ ഇതുവരെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, ആസാമിൽ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, പോണ്ടിച്ചേരി ചെയ്തിട്ടില്ലേ. നിങ്ങൾ കേരളത്തിൽ മാത്രം എന്തിനായിട്ട് കളിക്കുന്നത്? ഇതിനോടൊപ്പം തിരഞ്ഞെടുപ്പ് നടന്ന എവിടെങ്കിലും മുഖ്യമന്ത്രിയോ പാർലമെന്ററി പാർട്ടിയോ നേതാവിനെ തിരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ കഴിഞ്ഞോ? പക്ഷേ MP അവിടങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം വേറെയല്ലേ. തമിഴ്നാട്ടിലാണെങ്കിൽ ഗവർണറുടെ ഇടപെടലിനെ തുടർന്നാണല്ലോ ഈ ഒരു പ്രയാസം ഉണ്ടാകുന്നത്, കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താത്തൊരു. ഞാൻ ചോദിച്ചത് വളരെ സ്പീഡായിട്ടല്ലേ നമ്മൾ MLA-മാരുടെ യോഗം വിളിച്ചു കൂട്ടിയത്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്നു, അഭിപ്രായം എടുത്തു, അവർ പോയല്ലോ. ഇപ്പം എന്താ സംഭവം? എന്നാണ് ഹൈക്കമാൻഡ് പ്രതിനിധികളിലൂടെ വന്ന് ഈ രാത്രി തന്നെ അവർ റിപ്പോർട്ടുമായിട്ട് പോയി. ഇന്നലെ 3 നേതാക്കന്മാരെയും വിളിച്ചു. ഇന്ന് ചർച്ച നടക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോ നാളെയോ ആയിട്ട് കേരളത്തിലെ പാർലമെന്ററി പാർട്ടി നേതാവിനെ അവർ പ്രഖ്യാപിക്കും. ഈ ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് ഒരു പിഴവ് സംഭവിച്ചോ? ഈ ലിസ്റ്റൊക്കെ ഫോട്ടോ ആയിട്ട് പുറത്തു വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇത്രയും കോൺഫിഡൻഷ്യൽ ആയ ഒരു ലിസ്റ്റ് ഇങ്ങനെ പബ്ലിക്കായിട്ട് വളരെ കൂളായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കൊണ്ടുപോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഇത്രയും ഇൻ്റലക്ച്വൽ സ്കില്ലുള്ളവരാണെന്ന് പുള്ളി മനസ്സിലാക്കിയില്ല. കാരണം പുള്ളി ലിസ്റ്റ് ഈ മുഗൾ വാസ്തുവിക്ക് ലിസ്റ്റ് എടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ വെച്ചു. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം. നിങ്ങൾ അദ്ദേഹം പറയുന്നതിലല്ല നോക്കി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അത് സൂം ചെയ്ത് നിങ്ങൾ പുറത്ത് വിട്ടു. അത് നിങ്ങളുടെ മിടുക്കാണത്. പക്ഷേ പുള്ളി അതൊരു ഫയലാക്കി അതിനകത്ത് വെക്കേണ്ടിയിരുന്നു. പക്ഷെ നിങ്ങൾ ഇത്രയും വക്രബുദ്ധിയുള്ളവരാണെന്ന് പുള്ളി ധരിച്ചില്ല. പുള്ളി നേരെ വാ ചിന്തിച്ചു, അത്രയേ ഉള്ളൂ. ബൈജു വീണ്ടും നീണ്ടു അല്ല, ഞാൻ ചോദിച്ചത് ബൈജു വീണ്ടും നീണ്ടു പോകുന്നു പറഞ്ഞു. MLA-മാരെ തിരഞ്ഞെടുത്തു, ഇമ്മീഡിയറ്റ്ലി അവിടെ യോഗം കൺവീൻ ചെയ്തു, അവരെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. ഒറ്റയ്ക്ക് MLA-മാരെ ഇവർ കണ്ടു, അഭിപ്രായത്തിൽ രാത്രി അവിടെ ചെന്നു. പിറ്റേന്ന് രാവിലെ നേതാക്കന്മാരെ 3 പേരെയും വിളിച്ചു, ചർച്ച നടത്തി. ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും ഈ 3 പേരുമായി ചർച്ച നടത്തി ഒരു തീരുമാനം അറിയിക്കും. ഇത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾ പറയാ വലിച്ചു നീട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഉണ്ടല്ലോ, എനിക്കുണ്ടല്ലോ നിലപാട്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ 3 പേരും എനിക്ക് ഒന്നിനൊന്ന് വേണ്ടപ്പെട്ടവരാണ്. ഈ 3 പേരുടെയും മനസ്സിനെ വേദന. പിന്നെ നിങ്ങളോടൊരു കാര്യം ഞാൻ തുറന്നു പറയാം, MP-മാരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ടില്ല. ചിലർ വലിഞ്ഞു കയറിപ്പോയതാണ്. എന്നെ വിളിക്കാത്തടത്തൊന്നും ഞാൻ പോവില്ല.
അഭിപ്രായം ചോദിച്ചിട്ടില്ല. അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും. എന്നെ പറയട്ടെ ബൈജു, എന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിട്ടില്ല. ഞാൻ പല എംപിമാരെയും വിളിച്ചപ്പോൾ അവരെ ആരെയും വിളിച്ചിട്ടില്ല. പിന്നെ പോയവർക്ക് പോകാമല്ലോ, അവർക്ക് എന്ത് ചെയ്യാമല്ലോ. ഞങ്ങളെ വിളിച്ചിട്ടില്ല, എംപിമാരുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ഞങ്ങൾ പറയും. ഘടകകക്ഷിയുടെ എംപിമാരല്ലേ ചോദിക്കണമെന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് ചോദിച്ചു. അല്ലല്ലോ, ഈ 3 പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്ന 3 പേരെയും വിളിപ്പിച്ചിട്ടുണ്ട്. സീനിയർ നേതാക്കന്മാരുടെ എല്ലാ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ എംപിമാരുടെയൊക്കെ സ്റ്റാൻഡ് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരെയാണല്ലോ വിളിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് എനിക്ക് ഇക്കാര്യത്തിൽ നിലപാടുണ്ട്. നിലപാട് ചോദിക്കേണ്ടത് ഞാൻ പറയും. പിന്നെ അവിടെ വിളിക്കാതെയും പോയി പറയാം. ഞാൻ കഴിഞ്ഞ കുറേ നാളെ വോയിസ് റെസ്റ്റിലായതുകൊണ്ടാണ്, ഇപ്പം നിവർത്തി കെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ തീരുമാനിച്ചത്. ഇല്ല, ഇന്ന് ഞാൻ പ്രതികരിക്കത്തില്ല. ഞാൻ ഒരു സർജറിക്ക്, അതായത് വോക്കൽ കോഡിൻ്റെ ഒരു സർജറിക്ക് പോകാൻ പോവാണ്. അപ്പം മിണ്ടരുതെന്ന് പറഞ്ഞാണ്. ഇപ്പം ഇതെല്ലാം ഈ ചാനലൊക്കെ വരുന്ന എൻ്റെ വൈഫ് കണ്ടാൽ ഇന്ന് വലിയ കലാപം നടക്കും. ഞാനൊരു മാർക്സിസ്റ്റുകാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൻ്റെ നേതാവ് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അതുപോലെ UPA-യുടെ അധ്യക്ഷ സോണിയാഗാന്ധിയാണ്. ഇവർ കൂട്ടായിട്ടെടുക്കുന്ന ഏത് തീരുമാനവും ശിരസ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ കൊള്ളാം, ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് പ്രതികരിക്കണം. എന്തായാലും മരിക്കുന്നവരെ കോൺഗ്രസ് പാർട്ടി വിട്ടൊരു പാർട്ടി ചേരാൻ ഞാൻ ഉദ്ദേശിക്കാത്തിടത്തോളം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.